ഹലോ ഗൈസ്, സൈഡ്ലൈൻ എഫ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ ഹെവി വെയിറ്റ് പോരാട്ടമായിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ മത്സരത്തെക്കുറിച്ചാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗെയിം ആയിരുന്നു ഓൾഡ് ട്രാഫോർഡിൽ വെച്ചാണ് മത്സരം നടന്നത്. മത്സരത്തിന്റെ അവസാനം ലിവർപൂൾ റെഡ് ഡെവിൾസിനെ വലിച്ചു കീറി എന്ന് തന്നെ പറയേണ്ടി വരും. 3-0 വിജയമാണ് വിസിറ്റേഴ്സ് നേടിയെടുത്തിരിക്കുന്നത്. രണ്ട് ടീമിന്റെയും മൂന്നാമത്തെ മത്സരമായിരുന്നു പ്രീമിയർ ലീഗിലെ. ഈ ഒരു വിജയത്തോടു കൂടി 3 മത്സരത്തിൽ 3 വിജയവും ലിവർപൂൾ നേടിയിരിക്കുകയാണ്. യുണൈറ്റഡ് ആകട്ടെ 3 മത്സരങ്ങളിൽ 1 വിജയവും 2 തോൽവിയുമാണ്. കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമും 4-2-3-1 ഫോർമേഷനിലാണ് ടീമിനെ അണിനിരത്തിയിരുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ 3 ചേഞ്ചസ് ആണ് അവർ വരുത്തിയിരുന്നത്. അവരുടെ പുതിയ സൈനിങ് ആയ സെൻട്രൽ ബാക്ക് ഡിലൈറ്റ് അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് പൊസിഷൻ ലഭിക്കുന്നുണ്ട് ഹാരി മഗ്വയറിന് പകരക്കാരനായിട്ട്. അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ അമദ് ഡെയ്ലോവിനെ മാറ്റി ഗർനാച്ചോ ആണ് സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ കളിക്കുന്നത്. അതേപോലെ സെൻട്രൽ ഫോർവേഡായി ഈ സീസണിലെ സൈനിങ് ആയ സെർക്സി അവസരം നേടുന്നുണ്ട്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചേഞ്ചും ഇല്ല. കഴിഞ്ഞ കളി ജയിച്ച അതേ ടീമിനെ തന്നെയാണ് അവർ ഇത്തവണയും അണിനിരത്തിയിരുന്നത്. ഫസ്റ്റ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ലിവർപൂൾ സ്കോർ ചെയ്തു എന്ന് കരുതിയിരുന്നതാണ്. കാരണം 7ാമത്തെ മിനിറ്റിൽ അലക്സാണ്ടർ ആർണോൾഡിന്റെ ഒരു ഷോട്ട് പോസ്റ്റിനുള്ളിൽ കയറുകയും റെഫറി അത് ഗോൾ വിധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് VAR ചെക്കിങ്ങിലാണ് ആ ഗോളിന്റെ ബിൽഡപ്പിൽ ഓഫ് സൈഡിൽ നിന്ന് സല ഒരു ഇന്റർവെൻഷൻ നടത്തുന്നുണ്ട് എന്ന് കാണുന്നതും പിന്നീട് ആ ഗോൾ ഡിസലവ് ചെയ്യുന്നതും. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും കുറച്ച് കൗണ്ടർ അറ്റാക്സ് ആദ്യത്തെ നിമിഷങ്ങളുണ്ടായിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ കൂടെ. പക്ഷേ അതൊന്നും അലിസൺ ബെക്കർ ലിവർപൂൾ ഗോൾ കീപ്പറെ ടെസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളതായിരുന്നില്ല. പിന്നീട് 35ാമത്തെ മിനിറ്റിലാണ് ലിവർപൂൾ അവരുടെ അക്കൗണ്ട് തുറക്കുന്നത്. അതൊരു മേജർ മിസ്റ്റേക്കിലൂടെയാണ് അവരവരുടെ അക്കൗണ്ട് തുറക്കുന്നത്. കാരണം കസമീറോ, യുണൈറ്റഡിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ കസമീറോ ലെഫ്റ്റ് വിങ്ങിലേക്ക് അറ്റാക്കിംഗ് ബോളായി എത്തിച്ചു കൊടുക്കേണ്ട പന്ത് പക്ഷേ ലിവർപൂളിന് മിഡ്ഫീൽഡർ പിടിച്ചെടുക്കുകയാണ്. അദ്ദേഹം എന്നിട്ട് അത് റൈറ്റ് വിങ്ങിലുള്ള സലയ്ക്ക് കൊടുക്കുന്നു. സല ലെഫ്റ്റ് വിങ്ങിലേക്ക് അത് ലോഫ്റ്റഡ് ക്രോസ് ആയി കൊടുക്കുന്നു. ലെഫ്റ്റ് വിങ്ങിൽ 2 പ്ലേയേഴ്സ് ഫ്രീ ആയി നിൽക്കായിരുന്നു ലിവർപൂളിന്റെ വിത്തൗട്ട് ബീങ് മാർക്ഡ്. അതിൽ ലൂയിസ് ഡയാസ്, ഉറുഗ്യൻ പ്ലെയറാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്. ഈ ഗോളിനും കഴിഞ്ഞ കളി എക്സ്ട്രാ ടൈമിൽ ബ്രൈറ്റണുമായി തോറ്റ ഗോളിനോടും വളരെ സാമ്യമുണ്ട്. കാരണം ഈ 2 ഗോളിലും ഡിഫൻസ് ഒരു ഏരിയയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകയും ഡിഫൻസിന്റെ ബാക്ക് സൈഡിൽ 1 അല്ല 2 പ്ലേയേഴ്സ് ഫ്രീ ആവുന്നൊരു കാഴ്ചയും അത് കഴിഞ്ഞ കളിയിലും കണ്ടു, ഇന്നത്തെ കളിയിലും കണ്ടിരുന്നു. അതിനുശേഷം 42ാമത്തെ മിനിറ്റിൽ ലിവർപൂൾ അവരുടെ 2ാമത്തെ ഗോളും നേടി. ഇത്തവണയും വില്ലൻ കസമീറോ തന്നെയാണ്. കസമീറയുടെ കാലിൽ നിന്നും ലൂയിസ് ഡയാസ് തന്നെയാണ് പന്ത് വിൻ ചെയ്തെടുക്കുന്നത്. കസമീറോ വീഴുന്നുണ്ട്, പക്ഷേ റഫറി അത് ഫൗളൊന്നും കൊടുക്കുന്നില്ല. കാരണം ലൂയിസ് ഡയാസിന് ക്ലിയർ കോണ്ടാക്ട് ഉണ്ടായിരുന്നു ബോളായിട്ട്. അതിനുശേഷം ലൂയിസ് ഡയാസ് ആ ബോള് റൈറ്റ് വിങ്ങിലുള്ള സലയ്ക്ക് എത്തിക്കുന്നു. സല ആ ബോള് ബോക്സിലേക്ക് വെച്ചു കൊടുക്കുന്നു. ഓടിക്കയറിയ ലൂയിസ് ഡയാസിന്റെ ഫസ്റ്റ് ടൈം ഷോട്ട് ഗോൾ കീപ്പറായ ഒനാന ബീറ്റൺ ആവുന്നു. അങ്ങനെ ലിവർപൂൾ 2-0 എന്നുള്ള സ്കോറിലേക്ക് എത്തുന്നു. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ലൂയിസ് ഡയാസും സലയും തന്നെയാണ് 2 ഗോളിനെയും പിറകിൽ. 2 ഗോളിന് അസിസ്റ്റ് കൊടുത്തും സലയാണ്, 2 ഗോൾ നേടിയതും ലൂയിസ് ഡയാസ് ആണ്. അതേപോലെ പറയുമ്പോൾ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് പറയുമ്പോൾ 2 ബോളും വിട്ടുകൊടുത്തതും കസമീറോ തന്നെയാണ്. സോ അവർ രണ്ടുപേരും ഹീറോസ് ആണെങ്കിൽ കസമീറോ ആണ് 2 ഗോളിലെയും വില്ലൻ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരാണെങ്കിൽ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ എറിക് ടെൻ ഹാഗ് ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട്. 2 ഗോളിന്റെ മിസ്റ്റേക്ക്, 2 ഗോളും വരുന്നത് കാസമീറോയുടെ മിസ്റ്റേക്കിലാണ്. അദ്ദേഹത്തിന് 3ാമത്തെ മിസ്റ്റേക്ക് നടത്താനുള്ള അവസരം എറിക് ടെൻ ഹാഗ് കൊടുക്കുന്നില്ല. അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. പകരം വരുന്നത് ടോബി കോലിയർ എന്ന് പറയുന്ന 20 വയസ്സുള്ള യുവതാരമാണ്. അദ്ദേഹത്തിന്റെ പ്രീമിയർ ലീഗ് ഡെബ്യൂ ആയിരുന്നു. സോ മിഡ്ഫീൽഡിലേക്ക് ആ തരത്തിൽ എത്തിക്കുന്നു. പക്ഷേ കളി രീതിയിൽ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. 56ാമത്തെ മിനിറ്റിൽ ലിവർപൂൾ അവരുടെ 3ാമത്തെ ഗോളും സ്കോർ ചെയ്യുകയാണ്. ഇത്തവണ വില്ലനാവാൻ കസമീറോ ഇല്ലെങ്കിലും മറ്റൊരു മിഡ്ഫീൽഡറായ കോബി മൈനോ ഫീൽഡിലുണ്ടായിരുന്നു. കോബി മൈനോയുടെ കാലിൽ നിന്നും മാക്കലിസ്റ്റർ ആ പന്ത് എടുക്കുകയും ലെഫ്റ്റിലുള്ള സബോസ്ലായുടെ കാലിലേക്ക് എത്തിക്കുക. സബോസ്ലായി അത് ക്രോസ് ചെയ്ത് റൈറ്റിലുള്ള സാല ഫസ്റ്റ് ടൈം ഷോട്ട്, ഒനാന പിന്നെയും ബീറ്റൺ ആവുന്നു. അങ്ങനെ ലിവർപൂൾ അവരുടെ 3ാമത്തെ ഗോൾ നേടുകയാണ്. സോ DMF എന്ന് പറയുന്ന പൊസിഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ അടുത്ത കാലത്ത് ഒരു ദുസ്വപ്നമായി തുടരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നീടും തൊട്ടടുത്ത നിമിഷങ്ങളിൽ കണ്ടിന്യൂസ് അറ്റാക്ക് ലിവർപൂൾ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. സാലയ്ക്ക് തന്നെ അതിനുള്ള അവസരം കിട്ടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഷോട്ട് ബാറിന് മേലിൽ കൂടെ പോകുന്നു. അല്ലെങ്കിൽ അപ്പോൾ തന്നെ 4-0 എന്നുള്ള സ്കോർ ലൈനിലേക്ക് എത്തിയാണ് വിത്തിൻ മിനിറ്റ്സ്. പിന്നീട് യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നും പറയത്തക്ക അറ്റാക്സ് എന്ന് പറയുന്ന ഒരു ലിസാൻഡോ മാർട്ടിനസിന്റെ ഒരു ഓവർ ഹെഡ് കിക്കിനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റായി കണക്ട് ആവുന്നില്ല. പിന്നീട് സെന്റർ ഫോർവേഡായ സെർക്സിക്ക് 2 ഓപ്ഷൻ കിട്ടുന്നുണ്ട്.
ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ലോഫ്റ്റഡ് ആയിട്ട് വരുന്ന 2 ക്രോസുകളാണ്. അതിൽ ആദ്യത്തെ ഒരു ക്രോസ് അദ്ദേഹം കറക്റ്റായി ഹെഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലിവർപൂൾ ഗോൾ കീപ്പറായ ആലിസൺ ബെക്കർ കറക്റ്റായി ഒരു ക്ലോസ് റേഞ്ചിൽ അത് ഒരു ഗംഭീര സേവ് തന്നെ നടത്തിയത് രക്ഷപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ ഒരു സ്ട്രെച്ചിങ് ഷോട്ടിന് അദ്ദേഹം ട്രൈ ചെയ്തെങ്കിലും അത് കറക്റ്റായി കണക്റ്റ് ആവുന്നില്ല. സോ അത് ആലിസൺ ബെക്കറിന് അധികം ചലഞ്ച് ആവുന്നില്ല. അതിന് പുറമെ പറയത്തക്ക വലിയ ചലഞ്ചൊന്നും അല്ലെങ്കിൽ വലിയ ഫൈറ്റൊന്നും ലിവർപൂൾ ഡിഫൻസിന് യുണൈറ്റഡിൻ്റെ മധ്യനിരയോ അല്ലെങ്കിൽ മുന്നേറ്റ നിരയോ കൊടുത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സോ അങ്ങനെ പിന്നീട് യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് അറ്റാക്സ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒന്നും ലക്ഷ്യം കാണുന്നില്ല. സോ അങ്ങനെ സ്കോർ ലൈൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 0 ലിവർപൂൾ 3 എന്നുള്ള രീതിയിൽ മത്സരം അവസാനിക്കുകയാണ്. ആർനെ സ്ലോട്ടിൻ്റെ കീഴിൽ തുടർച്ചയായ 3ാം വിജയവും നേടി കളിച്ച 3 മത്സരങ്ങളിൽ 9 പോയിന്റ് നേടിക്കൊണ്ട് ലിവർപൂൾ മാഞ്ചസ്റ്ററിൽ നിന്ന് ബസ് കയറുകയാണ്. ഇനി ഗെയിം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ 2 ടീമും കളിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ട്രാൻസിഷൻസ് ആയിരുന്നു കൂടുതൽ. ഇതിൽ അറ്റാക്കിംഗ് ട്രാൻസിഷൻ ലിവർപൂൾ വളരെ മികച്ചതായി നടപ്പിലാക്കി എന്ന് വേണം പറയാനായിട്ട്. അവർക്ക് കൂടുതൽ പ്ലെയേഴ്സിനെ കൂടുതൽ വേഗതയിൽ ആക്യുറേറ്റ് ആയിട്ട് ബോക്സുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. ബോൾ മൂവ്മെന്റ് വളരെ സ്പീഡായി നടത്താൻ കഴിയുന്നു. ത്രൂ ദ ഫീൽഡ് ആൻഡ് അക്രോസ് ദ ഫീൽഡ് ബോൾ മൂവ്മെന്റ്സ് വളരെ ആക്യുറേറ്റ് ആയിട്ട് അവർക്ക് കീപ്പപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതായിരുന്നു കാര്യം. പക്ഷേ യുണൈറ്റഡിന് ഈ ആക്യുറസി വളരെ കുറവായിരുന്നു എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ട്രാൻസിഷനിൽ. കാരണം ഫസ്റ്റ് ഹാഫിലെല്ലാം ട്രാൻസിഷൻ അവർ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ട്രാൻസിഷൻ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അവർക്ക് പറ്റാതെ പോയത്. ലിവർപൂൾ പ്ലെയേഴ്സും വളരെ നല്ല പെർഫോമൻസ് തന്നെ ഡിഫൻസീവ് ഏരിയയിലായാലും മിഡ്ഫീൽഡ് ഏരിയയിലായാലും വളരെ നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരുന്നു. അറ്റാക്ക് പിന്നെ പറയാണ്ട് ഓൾറെഡി ടോപ്പ് ഫോമിൽ തന്നെയാണ് അവരുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സ്, പ്രത്യേകിച്ച് സലയും ലൂയിസ് ഡയസും ഇന്ന് പെർഫോം ചെയ്തത്. ഇനി ലിവർപൂളിനെതിരെ എന്ന് മാത്രമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ DMF പൊസിഷൻ കുറച്ചു കാലമായി ഒരു ദുസ്വപ്നത്തിൽ തന്നെ നിൽക്കുന്നൊരു സാഹചര്യമാണ്. കാരണം പുതിയ സൈനിങ്ങിനെ വരുത്തിയിട്ടുണ്ട് ഉഗാർട്ടെ, പക്ഷേ അദ്ദേഹത്തിന് ഇന്നത്തെ കളിയിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ തന്നെ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹം ക്ലബിനോട് ചേരുകയുള്ളൂ. സോ അതിനുശേഷം ക്ലബിൽ ടീമിൽ നല്ല പെർഫോമൻസിന് ചേഞ്ച് വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ കൺസേൺസ് ഒന്നും ഇന്നത്തെ മാച്ചിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ സ്ഥിരം അറ്റാക്കിംഗ് ശൈലിയിൽ തന്നെയാണ് അവർ കളിച്ചിരുന്നത്. എല്ലാ പ്ലെയേഴ്സും ഇൻക്ലൂഡിങ് ഗോൾ കീപ്പറും വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. സോ ഈ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ മുൻപുള്ള വീഡിയോസിലും പറയാറുള്ള പോലെ നിങ്ങളുടെ ലൈക്ക് ചാനലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുമ്പോഴാണ് മറ്റുള്ള ഫുട്ബോൾ ഫാൻസ് അല്ലെങ്കിൽ മറ്റുള്ള പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോ റെക്കമെൻഡേഷനായിട്ടൊക്കെ ചെല്ലുകയുള്ളൂ. ചാനലിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് നമുക്കത് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫുട്ബോൾ കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സ്, യുണൈറ്റഡ് ഫാൻസ്, ലിവർപൂൾ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.